ഹൈമാവതി ഇന്നത്തെ വിളവെടുപ്പ് നമുക്ക് നോക്കാം. ഞാൻ ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഞാൻ ഇന്നത്തെ വിളവെടുപ്പ് നിങ്ങളിന്ന് കാണിച്ചു തരാൻ വെച്ചിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വിളവെടുക്കട്ടെ. പയറുണ്ട്, വെണ്ടക്കയുണ്ട്, പയർ, പിന്നെ വെണ്ടക്ക, പിന്നെ താലോലി എന്നാണ് നമ്മൾ പറയുക. നമ്മളെല്ലാം പൊട്ടിക്കാന്ന് മുള്ളു വഴിയുന്ന എന്തെല്ലോ പറയും തോന്നുന്നു. നമുക്ക് അതിനെപ്പറ്റിയൊന്നും അറിയില്ല. തൽക്കാലം ഞാൻ പറയുന്നത് ഇതാണ്. പിന്നെ ഇത് പയറും വെണ്ടക്കയും ആണ്. വെണ്ടക്കയും താലോലിയാണ് ഞാനിപ്പോൾ വിളവെടുക്കാൻ പോകുന്നത്. ഇത് കാണിച്ചു തരാമല്ലോ. എനിക്കിവിടെ വിളവെടുത്തിട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതാ ഇത് വേണ്ട. ഇതിപ്പോൾ ഞാൻ വിളവെടുക്കലാണ്. ഇത് എന്താ, ഇത് വെണ്ടക്കയാണ്. വെണ്ടക്ക പറിച്ചിട്ട് ഇതിപ്പോൾ ഒന്നരാടെ ഇന്ന് പറിച്ചാൽ മറ്റന്നാൾ പറിക്കണം. മറ്റന്നാൾ പറിച്ചിട്ടില്ലെങ്കിൽ ഇത് മൂത്ത് പോകും വെണ്ടക്ക. പിന്നെ ഇത് പോരാതെ ഈ വെണ്ടക്കക്ക് മൂപ്പ് തീരെ ഇല്ലാത്തൊരു വെണ്ടക്കയാണ്. ഇത് വേഗം ഉണ്ടാവുകയും ചെയ്യും, വേഗം തീരുകയും ചെയ്യും. വേഗം ഉണ്ടാവും. ഒരു മാസത്തുമ്പോൾ തന്നെ വെണ്ടക്ക ഉണ്ടാവാൻ തുടങ്ങും. പിന്നെ അത് കഴിയുമ്പോൾ തന്നെ വേഗം തീരുകയും ചെയ്യും. പിന്നെ നമ്മളത് കൊത്തി ഇട്ട് കൊടുക്കണം. കൊത്തി കൊടുത്തു കഴിഞ്ഞാൽ അത് രണ്ടുമെന്നെങ്കിലും തിരി വന്നിട്ട് നമുക്ക് കുറേ നാൾ പറിക്കാൻ പറ്റും. ഇപ്പോഴത്തേത് ഇതിങ്ങനെ വെക്കും. ഇതിപ്പോൾ കണ്ടില്ലേ, ഞാനിതിപ്പോൾ കുറേ ആയി പറിക്കുന്നത്. ഇന്ന് പറിച്ചാൽ മറ്റന്നാൾ പറിക്കാം, അല്ലെങ്കിൽ അത് മൂത്ത് പോകും. അതുകൊണ്ട് അത് ആദ്യം നിങ്ങളൊന്ന് വിളവെടുപ്പ് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് കൂടെ കാണിക്കുന്നത്. കണ്ടില്ലേ, ഇതാ ഇപ്പോൾ പറിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ പറിച്ചു കഴിഞ്ഞപ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ പിന്നെ നമ്മളിത് കൊത്തി കൊടുക്കണം. കുറച്ച് മൂപ്പത്തിരി തിരി മുട്ടാനായാൽ നമ്മൾ ഇതിന് കുറേ കൊത്തി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 4 പുറത്തൊന്നും കമ്പടിച്ച് ഒരുപാട് ഉണ്ടാവും. അന്നേരം നല്ലോണം ഉണ്ടാവും. ഇതിനെക്കാട്ടി ഉണ്ടാവും ആ സമയത്ത്. ഇപ്പോഴത്തേനെക്കാട്ടി അന്നേരം ഉണ്ടാവുക. ഞാനിപ്പോൾ വെക്കട്ടെ. ഇപ്പോൾ പയർ വരിക്കട്ടെ. ഇനി പയർ വരിക്കട്ടെ. ഇതിലെല്ലാം പയർ വരിക്കാനുണ്ട്. പയറുണ്ട് വരിക്കാൻ. ഞാൻ പയർ വരിക്കട്ടെ. പയർ വരിക്കാൻ കത്തി വേണ്ട. നമ്മളിപ്പോൾ ഇതിനെക്കൊണ്ട് പയർ വരിക്കാം. കത്തി വേണ്ട. ഞാൻ ഇതിങ്ങനെ പരിക്കട്ടെ. ഇത് തിരുമ്പി പരിക്കുക ചെയ്യുക. ഇങ്ങനെ തിരുമ്പിയിട്ടാണ് പരിക്കുക. അത് അല്ലെ കത്തിയെടുത്ത് മുറിച്ചാൽ ഇത് പോയി പോകും. ഇതിങ്ങനെ തിരുമ്പിയിട്ടാണ്, ഇങ്ങനെ നടുക്ക് പിടിച്ചിട്ട് തിരുമ്പിയിട്ടാണ് പരിക്കുക. ഇപ്പം കണ്ടില്ലേ, ഇതിൻ്റെ നടു ഇത് വേണ്ട. ഇതേപോലെ പിടിച്ചിട്ട് ഇങ്ങനെ പരിക്കും. കണ്ട, ഇതേപോലെ ഇതുപോലെ പരിക്കും. ഇപ്പം നമ്മളിത് ഒന്നരാടെ ഇന്ന് പറിച്ച മറ്റന്നാൾ തന്നെ പരിക്കണം, അല്ലെങ്കിൽ ഇത് മൂത്ത് പോകും. പയറെല്ലാം വേഗം മൂക്കും, ഒന്നരാടെ മൂക്കും. അതുപോലെ പരിക്കണം. ഇപ്പം കണ്ടില്ലേ, ഇവിടെ ഞാൻ നിങ്ങൾ കണ്ടല്ലോ. ഇത് കണ്ട, ഇന്നത്തെ വിളവെടുത്തത് ഇതാ ഇത്ര പോരെ പയറുണ്ട്. കണ്ടില്ലേ, ഒരു 2 കിലോ പോരെ പയറുണ്ട്. കണ്ട 2 കിലോ പയറുണ്ട്. 2 കിലോ പയറുണ്ട്. പിന്നെ 2 കിലോ താലോലിയുണ്ട്. കണ്ടില്ലേ, താലോലിയുണ്ട്. 1.5 കിലോ താലോലിയുണ്ട്. പിന്നെ ഒരു കക്കിരിക്കയുണ്ട്. ഇത് എല്ലാം കൂടി 2 കിലോനുണ്ട്. നോക്കണം, ഇതെല്ലാം കൂടി 2 കിലോനുണ്ട് കക്കിരിക്ക. പിന്നെ ഇത് വെണ്ടക്ക. എൻ്റെ ഈ വിളവെടുപ്പിന് ഇത് വെണ്ടക്ക നല്ലൊരു സാധനമാണ്. ഇത് കഴിഞ്ഞിപ്പോൾ ഇത് പാവക്കക്ക് സൂക്കേട് വന്നു പോയി. ഇനി അത് മാത്രമല്ല, എൻ്റെ ഇന്ന് ഒരു ഉണക്കം വന്നു പോയി. അതുകൊണ്ടാണ് പാവക്ക ഇങ്ങനെ ആയിപ്പോയി. നമുക്കിനി അത് അടുത്ത വിളവെടുക്കാനാകുമ്പോഴേക്കും നല്ലൊരു അത് മാത്രമല്ല, ഈച്ച കുത്തിയിട്ട് തേച്ചം പോയി. ഇനിയത്തെ ഞാൻ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പം കണ്ടല്ലോ നിങ്ങൾ. ഇത് വേണ്ട, ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, അടുപ്പിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതെല്ലാം കൂടിയുണ്ട്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. ഇത് കണ്ടോ നിങ്ങൾ,
കണ്ടല്ലോ വിളവ് വേണ്ട, കണ്ടില്ലേ? വിളവെടുപ്പ് വേണ്ട, ഇതാണ് എൻ്റെ വിളവെടുപ്പ്. കണ്ടില്ലേ? കണ്ടില്ലേ? ഇന്നത്തെ വിളവ് ഉഷാറായില്ലേ? എന്തായാലും എനിക്ക് നഷ്ടമൊന്നും വന്നിട്ടില്ല. നിങ്ങൾ കണ്ടല്ലോ ഇന്നത്തെ വിളവെടുപ്പ്. ഇനി നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.